കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈസ്റ്റർ ജീവൻ്റെ ആഘോഷമാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ദർശനം നമുക്ക് ഈസ്റ്ററിലൂടെ യേശു നൽകിയിരിക്കുന്നു. അതുവരെയും മരണമെന്നത് ഭീതിതമായ ഒരവസ്ഥയായിരുന്നു. അതിനപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആകാംക്ഷയോടുകൂടി മാനവരാശി നോക്കിയിരുന്നു. എന്നാൽ വ്യക്തമായി അതിനൊരു ഉത്തരം നൽകാൻ ആർക്കും സാധിച്ചിരുന്നില്ല. മരണത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച കർത്താവായ യേശു മരണത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ജീവന്റെ തുടർച്ചയെ നമുക്ക് കാണിച്ചു തരുന്നു. വേദനയും വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാം ചിന്ത സൗഖ്യത്തെക്കുറിച്ചാണ്. ആത്മീകവും മാനസികവും ശാരീരികവുമായുള്ള സൗഖ്യത്തെക്കുറിച്ച് നാം എല്ലാവരും ചിന്തിക്കുന്നവരാണ്. ഈ വിഷമങ്ങളിൽ നിന്നെല്ലാം ഒരു വിമോചനം നാം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു വിമോചനം അതാഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് നൽകുന്ന ദർശനം. അന്ധകാരത്തിൽ അടിമത്തിൽ ആയിരുന്ന ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് വിമോചിപ്പിച്ച കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് ദർശനം നൽകുമ്പോഴും ഈ ശക്തമായ കരങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയും. വിമോചനം എന്നത് ഇന്നൊരു ഫാൻസി വേർഡായിട്ട് മാറിയിരിക്കുന്നു. സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന ഒരു വാക്യം. എന്നാൽ വിമോചനത്തിന് ഒരു ശക്തമായ അർത്ഥമുണ്ട്. യേശുവിലൂടെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. മരണത്തിനപ്പുറം അല്ലെങ്കിൽ മരണത്തിൽ നിന്നുള്ള ഒരു വിമോചനം, ജീവൻ്റെതായ ആഘോഷം. എന്നാൽ ഈ വിമോചനത്തിന് പല തലങ്ങളുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. വിമോചനം പ്രാഥമികമായിട്ട് നമുക്ക് അനുഭവേദ്യമാകണമെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നാം നേരിടേണ്ടത് ആവശ്യമാണ്. പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം നമുക്ക് സാധ്യവുമല്ല. എന്നാൽ പ്രശ്നങ്ങളെ സധൈര്യം നേരിടണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് ഒളിച്ചോട്ടം നമുക്ക് സാധ്യമല്ല. ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കാനും കഴിയുകയില്ല. വേദപുസ്തകത്തിൽ പല കഥാപാത്രങ്ങളും ദൈവം തങ്ങളെ വിളിച്ച് ദൗത്യമേൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം, മാനുഷികമായ ശ്രമം അവർ നടത്തുന്നതായിട്ട് നാം കാണാം. എന്നാൽ ഓരോ പ്രാവശ്യവും ദൈവം അവരെ ശക്തീകരിച്ച് ദൗത്യം ഏറ്റെടുക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെ ദൈവം പഠിപ്പിക്കുന്നതാണ്. ഒരു വലിയ ദൗത്യം
ദൈവം മോശയ്ക്ക് നൽകിയ സമയത്ത് മോശ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം അനുവദിക്കാതെ ആ ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് ആ ദൗത്യം ഏറ്റെടുക്കാനുള്ള ശക്തിയെ, കഴിവിനെ മോശയ്ക്ക് നൽകി മോശയെ ഉത്സാഹിപ്പിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ലോകത്തിൽ പ്രയാസങ്ങളുണ്ട്. അതിനെ നേരിടാതെ ഒരു വിമോചനം സാധ്യവുമല്ല എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൗത്യവുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ, വിമോചന സന്ദേശവുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കാണാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ദൗത്യ നിർവഹണത്തിൽ താൻ നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രകാശങ്ങളിലേക്ക് ജനത്തെ നയിക്കുവാൻ പൗലോസ് ഒരുമ്പെട്ടപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, കല്ലേറും പീഡനങ്ങളും പട്ടിണിയും കപ്പൽ ഛേദവും നഗ്നതയും എല്ലാം പൗലോസ് നേരിടുന്നതായിട്ട് കാണാം. എന്നാൽ പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ടപ്പോൾ വിമോചനം സാധ്യമായി. പൗലോസിൻ്റെ ജീവിതത്തിലൂടെ അനേകായിരം വ്യക്തികളെ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിഞ്ഞു. സഭ എന്നത് സമൂഹത്തിൻ്റെ ഒരു പാരലൽ കമ്മ്യൂണിറ്റി അല്ല, പകരം സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും. അതുകൊണ്ട് സമൂഹത്തിലുള്ള നന്മയും തിന്മയും നാം നേരിടേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സമൂഹത്തെ ദൈവത്തിന് വേണ്ടി വിമോചിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഈസ്റ്ററിലൂടെ ഈ വിമോചനത്തിൻ്റെ ആശയമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഈ വിമോചനത്തിൻ്റെ കാര്യത്തിലെല്ലാം ദൈവം മുൻകൈ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. വിമോചനം എന്ന ആശയം നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. മനുഷ്യർ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങൾ മാത്രമാണ്. വിമോചിപ്പിക്കുന്നത് സമൂഹത്തിൽ പുതിയ ഫറവോന്മാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ല, വിമോചിപ്പിക്കുന്നത് പുതിയ ജീവിതം സമൂഹത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. സമൂഹത്തിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് യേശു ക്രൂശ് വഹിച്ചതും മരണത്തെ മറികടന്ന് ഇന്നും ജീവിക്കുന്നത്. അടിച്ചമർത്തൽ ഇല്ലാത്ത ഒരു ലോകം, അതാണ് യേശു നമുക്ക് കാണിച്ചു തന്ന മാർഗം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൽ നാം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൽ നാം മുന്നേറുമ്പോൾ ഈ ഒരു ലോകം സാധ്യമാകുന്നു. ആ ദൗത്യത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈസ്റ്റർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതും ആ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. ഇതിന് മനുഷ്യൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും അത്യാവശ്യമാണ്. ദൈവം തന്നെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്, യാതൊരു സംശയവുമില്ല. കാരണം സകലത്തിൻ്റെയും ഉറവിടം യേശു തന്നെയാണ്. എന്നാൽ മനുഷ്യരായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിമോചന ദൗത്യത്തിൽ പങ്കുചേരാൻ ദൈവം ക്ഷണിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നതും നമ്മുടെ പങ്കാളിത്തമാണ്. ദൈവമാണ് സകലത്തിൻ്റെ ഉറവിടമെങ്കിലും മനുഷ്യൻ ദൈവത്തോടുകൂടെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ക്ഷണം സ്വീകരിക്കുമ്പോൾ നാം ഓരോരുത്തരും ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വയം ഉയർത്തുകയല്ല നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ദൈവത്തോടു കൂടെ നടന്ന് ദൈവത്തെ ഉയർത്താനാണ്
നാം ശ്രമിക്കേണ്ടത്. നാം പങ്കെടുക്കുന്നത് നമ്മുടെ ദൗത്യമല്ല, നാം പങ്കെടുക്കുന്നത് ദൈവത്തിൻ്റെ ദൗത്യത്തിലാണ്. അതുകൊണ്ട് ഈസ്റ്റർ നൽകുന്ന ഈ വിമോചനത്തിൻ്റെതായ സന്ദേശം സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. ഇത് ദൈവത്തിൻ്റെ ആഹ്വാനമാണ്, ദൈവത്തിൻ്റെ ക്ഷണമാണ്. ഈ ദൗത്യത്തിൽ പങ്കെടുക്കാനായിട്ട് ദൈവം ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി താഴ്മയോടുകൂടി സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. ഇത് ദൈവത്തിൻ്റെ ദൗത്യമാണ്, ഈസ്റ്റർ നൽകുന്ന ദൗത്യം. ആ ദൗത്യത്തിൽ നമുക്കെല്ലാവർക്കും പരിപൂർണമായ ഹൃദയത്തോടുകൂടി പങ്കെടുക്കാം. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെതായ നന്മകൾ നേരുന്നു.